ഒന്നിനും സമയമില്ല ഇനി, കളിയോ കളിയാണ്. എന്തെങ്കിലും കുറച്ച് വിശ്രമം വേണമെന്നുള്ളവർക്ക് ഈ വേൾഡ് കപ്പ് കഴിഞ്ഞൊരു 10-20 ദിവസമുണ്ട്, അതിലെടുത്തോണം. പിന്നെ IPL തുടങ്ങി 2 മാസം IPL വെടിക്കെട്ടാണ്. IPL കഴിഞ്ഞ് 6-ാം ദിവസം ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ സീരീസ് ആരംഭിക്കുകയാണ്. ഒരു ടെസ്റ്റും 3 ഏകദിനം. വളരെ പ്രത്യേകതകളുള്ള ഒരു സീരീസാണ്. കാരണം 2018 ശേഷം ഇതാദ്യമായിട്ടാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനോടൊരു ടെസ്റ്റ് കളിക്കുന്നത്. ജൂൺ 6 മുതലാണ് ടെസ്റ്റ്. ന്യൂ ചണ്ഡീഗഡിൽ വെച്ചിട്ടാണ് കളി. പിന്നെ ജൂൺ 14-ാം തീയതി മുതൽ ODI സീരീസ് ആരംഭിക്കുകയാണ്. ഇതാദ്യമായിട്ടാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനോടൊരു ODI സീരീസ് കളിക്കുന്നത്. T20 സീരീസ് കളിച്ചിട്ടുണ്ട്. അതല്ലാതെ ODIയിൽ ICC ടൂർണമെൻറ്റുകളിൽ അല്ലെങ്കിൽ ഏഷ്യ കപ്പിൽ ഒക്കെ ഏറ്റുമുട്ടിയിട്ടുള്ളൂ. ഇതൊരു സീരീസ്, അതൊരു വെറൈറ്റി ആയിരിക്കും അല്ലേ. പിന്നെ ODI എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ ലഡ്ഡു പൊട്ടുക അല്ലെ, ഒരു കുളിര. എന്താണ്, നമുക്ക് നമ്മുടെ റോക്കോയെ കാണാം. ന്യൂസിലാൻഡിലുള്ള സീരീസ് ഞങ്ങൾ പോയതാണ്. ഇനി അവർ ഒരുമിച്ചോട്ടുള്ള വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീരീസാണ്. ഫോമിലാണല്ലോ, രണ്ടുപേരും ഫോമിലാണ്. കാരണം ലക്ഷ്യം 2027 വേൾഡ് കപ്പ് തന്നെയാണ്. അതിനകത്ത് ഇനി ആർക്കും ഒരു മറുചോദ്യമൊന്നും ഉണ്ടാവില്ല. കാരണം ഇനിയിപ്പോൾ ഒതുക്കൽ പരിപാടിയൊന്നും ഇന്ത്യൻ ടീമിൽ നടക്കൂല അല്ലേ. ഒതുക്കാൻ നോക്കിയതെല്ലാം പാളിപ്പോയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണമാണ് സഞ്ജു സാംസൺ. മറ്റേ തീ ഉണ്ട പോലെയാണ് വന്നത്. അതുകൊണ്ട് തന്നെ ലോകകപ്പിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ റോക്കോ ഈ വർഷം 15 ODI മാച്ച് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞിട്ട് ശ്രീലങ്ക, വെസ്റ്റ് ഇൻഡീസ്, ഇംഗ്ലണ്ടിനോടൊക്കെ കളിക്കുന്നുണ്ട്. പൂരമാണ് മക്കളെ, പൂരം. നിന്ന് തിരിയാനുള്ള സമയമില്ല ഇനി, കളിയോ കളിയാ.